ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാപനമാണ് പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിലൂടെ നിരവധി സേവനങ്ങളാണ് പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നത്. നിക്ഷേപത്തിനും വായ്പയ്ക്കും വേണ്ടി ആളുകൾ പോസ്റ്റ് ഓഫീസിനെ ആശ്രയിക്കുന്നുണ്ട്. സാമ്പത്തിക ശീലം വളർത്തുന്നതിന് ധാരാളം നിക്ഷേപ പദ്ധതികളാണ് പോസ്റ്റ് ഓഫീസിൽ ഉള്ളത്. പോസ്റ്റ് ഓഫീസ് നിക്ഷേപത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉയർന്ന പലിശയാണ്. കൂടാതെ ഉറപ്പായ റിട്ടേൺസുമാണ് പോസ്റ്റ് ഓഫീസിന്റെ പ്രത്യേകത. പോസ്റ്റ് ഓഫീസ് പദ്ധതികളിൽ ഒന്നാണ് അടൽ പെൻഷൻ യോജന. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് അവരുടെ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷവും വരുമാനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഇത് സർക്കാർ പിന്തുണയുള്ള ഒരു പെൻഷൻ പദ്ധതിയാണ്. 18നും 40നും ഇടയിൽ പ്രായമുള്ള ഒരു ഇന്ത്യൻ പൗരന് ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കും. പദ്ധതിയിൽ ചേരുന്ന പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിക്ഷേപ തുക നിശ്ചയിക്കുന്നത്. 60 വയസ്സ് തികഞ്ഞതിനു ശേഷം നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ 1000 രൂപ മുതൽ 5000 രൂപ വരെ ഒരു നിശ്ചിത പ്രതിമാസ പെൻഷൻ ഉപഭോക്താവിന് ലഭിക്കും. അടുത്തതാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം. സർക്കാർ പിന്തുണയുള്ള പദ്ധതിയാണ് ഇത്. രാജ്യത്തെ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും തൊഴിലെടുക്കുന്ന എല്ലാ ആളുകൾക്കും ഒരുപോലെ തന്നെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന പദ്ധതിയാണ്. വിരമിക്കലിനു ശേഷം സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ വരുമാനമുള്ള സാഹചര്യത്തിൽ സമ്പാദ്യം സൃഷ്ടിക്കാനും നിലനിർത്താനും ഈ പദ്ധതി സഹായിക്കുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കും. അടുത്തതാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. 60 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്കായി പ്രത്യേകം നടപ്പിലാക്കിയ പദ്ധതിയാണിത്. ആകർഷകമായ പലിശ നിരക്കാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. 5 വർഷത്തെ മെച്യൂരിറ്റി കാലയളവാണ് ഇതിനുള്ളത്. വേണമെങ്കിൽ 3 വർഷത്തേക്ക് കൂടി കൂട്ടാനും സാധിക്കും. 1000 രൂപയാണ് ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക. ഇതിലൂടെ പരമാവധി 30 ലക്ഷം വരെ നിക്ഷേപിക്കാനും സാധിക്കും. കൂടാതെ നിരവധി പദ്ധതികളാണ് പോസ്റ്റ് ഓഫീസ് നടപ്പിലാക്കുന്നത്. സുകന്യ സമൃദ്ധി യോജന, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് തുടങ്ങി നിരവധി പദ്ധതികൾ പോസ്റ്റ് ഓഫീസിലുണ്ട്. അടുത്തുള്ള ഒരു പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ച് ഈ കാര്യങ്ങളെ പറ്റി വിശദമായ വിവരങ്ങൾ അറിയേണ്ടതാണ്. പദ്ധതികളെ പറ്റി വിശദമായി അറിഞ്ഞതിനു ശേഷം ഈ പദ്ധതിയുടെ ഭാഗമാകുക.